ഹലോ. അപ്പോൾ ഇതിപ്പം ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടോ. എന്നിട്ട് ഞാൻ ഇന്നലെ വൈകുന്നേരം ഞാൻ തല കുളിച്ചു. അതിൻ്റെ പ്രഹസനമാണിത്. ഞാൻ ഇന്നലെ മറ്റേ മോക്സിൻ്റെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കേളിങ് എഫക്റ്റ് എങ്ങനെയുണ്ടെന്നായിരുന്നു നോക്കിയത്. അപ്പം രാവിലെ ഞാനൊരു ഗ്ലാസ് ചൂടുവെള്ളം, പിന്നെ ഞാൻ പുതിയതായിട്ട് മേടിച്ച കുരുവൊക്കെ ആട്ടോ. ഇത് സൺഫ്ലവർ സീഡ്, പിന്നെ എന്തായിരുന്നു വേറെ എന്തൊക്കെയോ ഒരു സീഡും, പിന്നെ ആമൻസും. ഈ 3 സാധനമായിട്ട് ഞാൻ ഈ ഇടയ്ക്കായിട്ട് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കണം രാവിലെ. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു വ്ളോഗാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു വ്ളോഗ് ചെയ്യാറ്. കുറച്ചധികം നാളെ വ്ളോഗ് ആയിട്ട്. ഓക്കെ, സോ അപ്പം ഇന്ന് ആക്ച്വലി ഞാൻ ഒരു കഫേ പോവാട്ടോ. ഒരു കഫേയിൽ പോവാണ്. ഞാൻ ഇവിടെ കുറച്ചധികം നാളെ ഇങ്ങനെ കഫേ പോകണം എന്ന് വിചാരിക്കുന്നു. അവിടെ എനിക്ക് ഭയങ്കര ഹെൽത്തി ഫുഡൊക്കെ കിട്ടുന്നത്, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചെന്താ പോവാന്ന്. അപ്പം അത് ആക്ച്വലി 12 മണി കഴിയുമ്പോഴേ തുറക്കുള്ളൂ. ഇപ്പം 10:30 ആയി. അപ്പം 10:30 ആയിട്ടുള്ളൂ. 10:30. അപ്പൊ ഇപ്പൊ 10:30 ആയതേ ഉള്ളൂ. അപ്പൊ ഇനി നമ്മൾ 2 മണിക്കൂറും കൂടെ വിശന്നിരിക്കണം. എനിക്ക് വിശക്കണമെന്നില്ല, പക്ഷെ കുഴപ്പമില്ല. ആമൻസൊക്കെ തിന്നാണല്ലോ, ലോ ബാറ്ററി ആമൻസൊക്കെ തിന്നാണല്ലോ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡി ആയിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. പിന്നെ ഇന്ന് കമ്പാരിറ്റീവ്ലി പണി കുറവാണ്, സോ നമുക്ക് ഇച്ചിരി ടൈമുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്, അത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേറെന്താ, പിന്നെ ഇന്ന് വൈകുന്നേരം ചിലപ്പോൾ ജിമ്മിൽ പോയിരിക്കും. അങ്ങനെയാണെങ്കിൽ ജിമ്മ് കാണിക്കാം. മുടി കണ്ടോ ഇന്ന് ഭയങ്കര, അതാണ് ഞാൻ ആക്ച്വലി നോക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ മുടി ഇവിടെ എന്താ പറയുക, ഞാൻ മറ്റേ ഏതൊരു ബ്ലോഗിൽ കാണിച്ചായിരുന്നു, ഞാൻ മറ്റേ മോക്സിന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാട്ടോ ഞാൻ ഇന്നലെ ഇട്ടത്. എനിക്ക് തോന്നുന്നു അത് ഇച്ചിരി ഇങ്ങനെ കേളി ആവണുണ്ടെന്ന്. പക്ഷെ എനിക്കിത് ഇങ്ങനെ കാണിച്ചിടണമെന്ന് എനിക്ക് അത് കണ്ടോ. ഞാൻ ഇന്നലെ കുളിച്ച് എനിക്ക് ഇങ്ങനെ തൊടുമ്പോ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് കാണിക്കറിയാൻ പാടില്ല. അപ്പം ഞാൻ ഇന്നലെ നന്നായിട്ട് സ്ക്രഞ്ചൊക്കെ ചെയ്തു. അവരുടെ നല്ല നല്ല മണം കേട്ടോ. ഞാൻ നല്ല സിറി യൂസ് ചെയ്തില്ലല്ലോ. ഇല്ല, ഞാൻ അവരുടെ ലൈക്ക് ഷാംപൂ, കണ്ടീഷണർ ആൻഡ് മറ്റേ ആ കേളിങ് ക്രീം അതാ യൂസ് ചെയ്തത്. അപ്പൊ കേളിങ് ക്രീം ആയിട്ട് ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്തു. ഭയങ്കര എനിക്കിഷ്ടമായി. അപ്പം എനിക്ക് തൊടുമ്പോ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാം. ഇങ്ങനെ ഇച്ചിരി വേവി ഉള്ളത്. പിന്നെ ഇവിടെ കണ്ടു, ഇവിടെയൊക്കെ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. ഇവിടെ അങ്ങനെ ഡ്രൈ ആയിട്ടൊന്നും ഇരിപ്പിലേക്ക് തോന്നുന്നത്. എൻ്റെ പുതിയ ഹെയർ കട്ട് കാരണമായിരിക്കും എന്തായാലും. പക്ഷെ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുണ്ട് ഇവിടെയൊക്കെ. എനിക്ക് അങ്ങനെ വേറെ ഭയങ്കര ഡ്രൈ ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഐ തിങ്ക് ഐ റിയലി ലൈക്ക് ദിസ് പ്രൊഡക്റ്റ്. അപ്പം ഞാൻ എന്തായാലും റിവ്യൂ പറയാവേ. ഓക്കെ, അപ്പം ആസ് യൂഷ്വൽ അറ്റൻഡൻസ് ഒക്കെ മാർക്ക് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും പരിപാടി. ഞാൻ ഡയറി ഉണ്ട് കേട്ടോ. ഞാനിപ്പം ആക്ച്വലി ഇതേപോലത്തെ ഒരു ഡയറിയിൽ ഇതേപോലെ കഥയൊക്കെ എഴുതി വെക്കും. എന്നുവെച്ചാൽ എന്തൊക്കെയാണ് ഈ ആഴ്ച എന്തൊക്കെ ചെയ്ത് വെക്കണം. ഞാൻ ഉണ്ടല്ലോ എന്തൊക്കെ ചെയ്യണം, എപ്പോഴൊക്കെ ചെയ്യണം എന്ന്. പക്ഷെ ഞാനിത് എഴുതി വെക്കും, പക്ഷെ എല്ലാ ദിവസവും അത് നോക്കണമെന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും വലിയ എനിക്ക് ഇപ്പോഴും മറന്നു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴാണ് തല വിളിച്ചത് ഞാൻ മറന്നു. അപ്പൊ എന്നുവെച്ചാല് ഞാൻ ഇപ്പൊ ഇന്നലെ കുളിച്ചു. ഇന്നില്ല, നാളെ ഇല്ലെങ്കിൽ ഞാൻ മറ്റന്നാളെ ആയിരിക്കും തല വിളിക്കുന്നത് അല്ലേ? അതെ, മറ്റന്നാളെ തല വിളിക്കുക. പക്ഷെ മറ്റന്നാളെ ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. അപ്പൊ ഞാൻ അത് ഇതിന്റെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നലെ 26th ഞാൻ തല വിളിച്ചു. ഇനി അടുത്തേക്ക് 28th തല വിളിക്കേണ്ടത്. അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ വീഡിയോ എപ്പൊക്കെ ഷൂട്ട് ചെയ്യണം എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതേ ഇങ്ങനെ ടിക്കൊക്കെ എഴുതി വെക്കും. ഇത് ഇത്ര നാളൊക്കെ ഇങ്ങനെ പോയി, ഇനിയിപ്പോൾ എത്ര നാളിങ്ങനെ പോവും അറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ജാനുവരി ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരുന്നു. കുറച്ചൊക്കെ എന്നെ അധികം വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. ഹായ് ഗൈസ് ആൻഡ് താങ്ക്സ് ഫോർ ജോയിനിങ് മൈ ചാനൽ. ഐ എം സോ ഹാപ്പി. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കണം. ഓക്കെ, അപ്പം പിന്നെ വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കോമെന്റ്. അപ്പം ഞാൻ അതുപോലെ ചെയ്യാം കേട്ടോ. പിന്നെ ഓക്കെ, അപ്പം നമ്മളുടെ ഇന്നത്തെ ഡയറിയിൽ ഇന്നത്തെ ദിവസത്തിൽ എന്താ, ഇന്ന് 27th അല്ലേ? ഓക്കെ, ഇന്ന് 2 സാധനം എനിക്ക് വേറെ പക്ഷേ എനിക്ക് ഡേറ്റ് മാറിപ്പോ. ഫോർ എക്സാമ്പിൾ എനിക്ക് പെട്ടെന്നായിരുന്നു ആക്ച്വലി ന്യൂ ഇയറിന്റെ ആ ഒരു ടൈം ആയ സമയത്ത് പെട്ടെന്നായിരുന്നു എനിക്ക് ഡയറി വേണം, എന്നാലും നമുക്ക് എഴുതി വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്റെ ബുദ്ധിക്ക് ഞാൻ മറന്നു പോകുന്നൊക്കെ ഞാൻ വിചാരിച്ചത്. അങ്ങനെ എനിക്ക് കിട്ടിയ ഡയറിയിൽ എഴുതിയത്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇത് കണ്ടോ, ഇപ്പൊ ഇവിടെ February 1st കഴിഞ്ഞിട്ട് February 2nd ഇവിടെയാണ് വരുന്നത്. പക്ഷെ ഞാൻ ചിലപ്പോ ഇങ്ങനെ February 1st എഴുതി ഇങ്ങനെ പോകും. അപ്പൊ പിന്നെ February 2nd ആകുമ്പോൾ ഞാൻ നോട്ടീസ് ചെയ്യില്ല. February 2nd ഇവിടെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടിരുന്നേക്കും. അങ്ങനെ അപ്പൊ ഒരു അടുക്കച്ചിട്ടില്ലാത്തൊരു പ്ലാൻ പോയി, ഒരു ഡയറി ആയി പോയി.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ. സോ 27th അപ്പം അങ്ങനെ ഇന്നലെ ചെയ്ത 2 കാര്യം ഞാൻ അങ്ങനെ കൊണ്ടുപോയി 27th എഴുതി വെച്ചത്. കാരണം 26 അടിയിലായിരുന്നു, ഞാൻ മറന്നുപോയി. അതെ, എനിക്കറിയാം. ഞാൻ കണ്ടു ശ്രദ്ധിച്ചില്ല. അതൊക്കെയാണ് എൻ്റെ പ്രശ്നം. ഓക്കെ. 27th ഇന്നലെ 2 പരിപാടി ഉണ്ടായിരുന്നു, അത് ചെയ്തു. അപ്പം ഞാൻ ഇവിടെ ടിക്കറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊരു സന്തോഷം. അപ്പം ഇന്ന് ഓക്കെ, ഒന്ന് ഫുഡ് കഴിക്കാൻ പോകും കഫേ വെച്ചിട്ട്. അതൊന്ന് മറ്റേ പരിപാടി ജിം. ഓക്കെ, അത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആലിക്കട്ടെ, വേണം. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഡയറി കീപ്പ് ചെയ്തിട്ട് എൻ്റെ ഒരു സന്തോഷത്തിനും എൻ്റെ മറവിക്കും. പിന്നെ വേറെ എന്താ പറയണത്, പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ വിഷൻ ബോർഡിലൊക്കെ ഞാൻ നോക്കും ഇതിപ്പോൾ എവിടം വരെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ. അപ്പം അതിൻ്റെ അകത്ത് ഇപ്പം ആകെ നടക്കുന്നത് വെച്ചാൽ ജിം നന്നായിട്ട് പോകുന്നുണ്ട്, യൂട്യൂബ് അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്, പിന്നെ പോകുന്നത് ഫുഡ്. കമ്പാരിറ്റീവ്ലി ഇപ്പം എനിക്ക് തോന്നുന്നു 1 to 2% ആ ഒരു 2% ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് എനിക്ക് കാണുന്നത്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ജാനുവരിയിലേ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് 4ാമത്തേത് അതും നടക്കും. പിന്നെ വേറെന്താ, പിന്നെ എൻ്റെ ഒരു ഡിവിഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ നമ്മളെ കൊണ്ട് നടത്താൻ പറ്റും. ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ നമുക്ക് നടക്കാൻ പറ്റിയ കാര്യങ്ങൾ, റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ ഇച്ചിരി പുഷൊക്കെ വേണ്ട കാര്യങ്ങളിലേക്ക്. അപ്പം ലെഫ്റ്റ് സൈഡിലെ കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അത്യാവശ്യം നന്നായിട്ടൊക്കെ നടക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലെ കാര്യങ്ങൾ അടി അനക്കുന്നില്ല. അപ്പം അത് നടത്താം, സമയം പിടിക്കണ്ട. അത് കഴിഞ്ഞിട്ട് അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഓണായോ അപ്പം ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് റെഡി ആവുന്നത് ഗെറ്റ് റെഡി വെച്ച് എടുക്കണോ അത് ഇതിൻ്റെ ഒപ്പം പോയാൽ മതി, നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഫേ പോകും. കഫേ ഐ എം സോ എക്സൈറ്റഡ്. ഇത് ഫോർട്ട് കൊച്ചിയിൽ കേട്ടോ കഫേ. അപ്പം ചിലപ്പം ആ പുലിവേലത്ത് വേണമെങ്കിൽ ഞാൻ ബീച്ചിലും പോയിരിക്കും. അങ്ങനെ അപ്പം നീ അവിടെ ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ സൺസ്ക്രീനൊക്കെ ഇടുന്നത് എന്തൊരു വെയിലാന്നറിയാം. എൻ്റെ മൂത്ത് ഗ്ലോവുണ്ട്. ഞാൻ വേറെ ഒന്നും ചെയ്യില്ല. ആകെ എന്നെ കണ്ണിരുന്ന് ഇപ്പം 2 ലിപ്സ്റ്റിക് ഇട്ട്, ലാഷസ് മേ ബി, ഐ മീൻ മസ്കാര മേ ബി, അത്ര. അപ്പം ഞാൻ കമ്മലിട്ട് ഗൈസ് കണ്ടു. യൂഷ്വലി കമ്മലിടാറില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ നട്ടുച്ച വെയിലത് ഇനിയിപ്പോൾ നമ്മൾ ബസ്സിലാട്ടം പോകുന്നത്. ഈ സമയത്ത് തിരക്കുണ്ടാവില്ല, ഭയങ്കര ചൂടായിരിക്കും. അതിന് വിജയിച്ചു വിൽഗോ. എൻ്റെ ഹോൾ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് ഞാൻ എവിടെയൊക്കെ എത്തുമ്പോൾ കാണിച്ചു തരാം. അങ്ങനെ ബസ്സിലൊക്കെ പ്രൈവറ്റ് ബസ്സിലെ പാട്ടൊക്കെ കേട്ട് ഞാൻ ബസ് ഇറങ്ങിയിട്ട് 20 മിനിറ്റ് നടക്കേണ്ടി വന്നത് ഈ കഫേയിലേക്ക്. അങ്ങനെ ഞാൻ കഫേയിലെത്തിയിട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ കഫേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ടുണ്ടല്ലോ, ഞാൻ അവിടെ കയറി ചെന്നപ്പം പിന്നെ അതിന് അവർ ഔട്ട്ഡോർ സ്പേസ് കാണിച്ചു തന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴുള്ളൂ ഇതേപോലെ ഈ കുടിമിയുള്ള ചേട്ടനെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓഫ് കോഴ്സ് ആ കഫേയിലിരുന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെയാണ്. ഓർഡർ ചെയ്ത് ഒന്ന് ഒരു പീനട്ടി ക്രഞ്ചി പീനട്ടി എന്തോ ഒരു ഡ്രിങ്കും, പിന്നെ വേറൊന്ന് ഈ ഒരു ഹെർബ് റൈസോ അങ്ങനെ കുറേ വെജിറ്റബിൾസും അങ്ങനത്തെയൊക്കെ സാധനം, അതിൻ്റെ ഒരു കൊളാബറേഷൻ ഒരു സാധനമാണ്. പിന്നെ ഉണ്ടല്ലോ, ഇവിടെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് കണ്ടാണ് ഇവിടെ മറ്റേ യോഗ ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു ബ്ലൂ കളർ സാധനം കണ്ടോ, അതിൻ്റെ അകത്ത് അവിടെ വേറെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പോയ കഫേ എന്ന് പറഞ്ഞാൽ ലവിങ് എർത്ത് കഫേ ആട്ടോ. ഞാൻ കഴിച്ചു കഴിഞ്ഞു ഗൈസ്. എന്നെ അവിടെ പാഴ്സലൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബീച്ചിൽ പോയി 2 മിനിറ്റ് ഇരിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ കാറ്റ് എന്നെ സംബന്ധിച്ച് അതിൻ്റെ മുടിയൊക്കെ ഭയങ്കര മെസ്സാക്കിയെന്ന് തുടങ്ങി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് എണീറ്റ് വന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഈ വർഷത്തെ ഫസ്റ്റ് ബുക്ക് കേട്ടോ. ഐ ബോട്ട് ഫോർ മൈ സെൽഫ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ OTD. ജസ്റ്റ് ഒരു ഷർട്ടും പിന്നെ ഇത് ഞാൻ എപ്പോഴും പണ്ട് മേടിച്ചൊരു പാൻറ്റുമായിരുന്നു. അങ്ങനെ ബുക്ക് വന്നു. അത് ആക്ച്വലി രാവിലെ റെഡി ആയിട്ടിരിക്കട്ടെ. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ആണ് വന്നിട്ട് പിന്നെ അത് എടുത്തത്. അങ്ങനെ ഞാൻ ബുക്ക് ഇങ്ങനെ വെള്ളത്തിലൊക്കെ എടുത്തിട്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിന് പോയി സ്മെല്ലൊക്കെ ചെയ്ത് ഇങ്ങനെ കൊഞ്ചിക്കിറക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിതൊരു ജിം ടൈം ആയിരുന്നു. അപ്പം ഞാൻ ശ്വേതൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ആദ്യം ശ്വേതനെ പോയി പിക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ജിമ്മിൽ പോകും. ഒന്നുകൂടെ വരും 5 എടുക്കാമല്ലോ. 5 വാങ്ങാം. आज की रात मजा इല്ലടോ
ഇത് വ്ളോഗിലായിരുന്നു. അങ്ങനെ നമ്മുടെ 2-2.5 മണിക്കൂറത്തെ ജിം സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകട്ടോ. വീട്ടിൽ പോകുന്ന വഴിക്ക് എവിടെ നിന്ന് കഴിക്കണം എന്നാണ് നമ്മൾ ആലോചിച്ചത്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ റോഡിലേക്ക് പോകുന്ന സമയത്ത് അവർ ഷവർമ്മ കട കണ്ടു, ഹാപ്പി റോൾസ്. അതിന് അവിടെ നിന്ന് ഞങ്ങൾ 2 ഷവർമ്മ കഴിച്ചു. അപ്പം ഈ ഇടയ്ക്കായിട്ട് ഇച്ചിരി അങ്ങനെയാണ് ഷവർമ്മ അയച്ചിട്ട് എന്നിട്ട് നമ്മൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞു.